എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഈ താബോ വില്ലേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഈ കാണുന്ന താബോ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ കാണിച്ചു തരുന്നത് പുതിയ മൊണാസ്ട്രിയാണ് കേട്ടോ, അല്ലാണ്ട് പഴയ ഒറിജിനൽ മൊണാസ്ട്രി തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അത് സ്ഥാപിച്ചതെന്ന് പറയണത് റിച്ചിൻ സാങ്കു എന്ന് പറയുന്ന അദ്ദേഹമാണ് 996 AD സ്ഥാപിച്ചതാണ് ഈ മൊണാസ്ട്രി. അപ്പോൾ അത് പല ഇതുകൊണ്ടും ക്ലേ കൊണ്ടും അങ്ങനെ അന്നത്തെ കാലത്ത് സ്ഥാപിച്ചതിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസിനും പ്രോമിനൻസും നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ അഡ്ജസൻ്റായിട്ട് ഇപ്പോൾ ഈ ഉണ്ടാക്കിയേക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന പുതിയ ഈ മൊണാസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ അപ്പുറത്തെ സൈഡായിട്ട് കുറച്ചൊന്ന് ഇതിൻ്റെ ആ സൈഡിൽ അവിടെ ഒരു സ്തൂപ്യം ഉണ്ട് കേട്ടോ. ഞാൻ പതുക്കെ അങ്ങോട്ട് നടക്കാം. ഇതിൻ്റെ ഇങ്ങനെ സ്റ്റെപ്സിൽ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം, ഇവിടെ സ്തൂപയുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്തൂപയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നല്ലോണം മൗണ്ടൻസും കാണാം. സ്തൂപയുടെ ആ ഒരു എന്താ പറയുക ഒരു ഭംഗി ആക്ച്വലി അതിൻ്റെ ഫ്രെയിമാണ്. അതിൻ്റെ ബാക്കിൽ ഫുള്ള് നല്ല മൗണ്ടൻസ് കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് നടന്ന് കാണാം പതുക്കെ ഈ മൊണാസ്ട്രിയും അതിൻ്റെ പരിസര ഭാഗങ്ങളും. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ആ ഒരു എൻട്രൻസിൽ നിന്ന് കയറി വന്ന ആ ഭാഗം വരുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കും നല്ല വ്യൂ തന്നെയാണ്. ഇനി ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുക കോൾഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നിലവിൽ അത്രയും തണുപ്പ് തുടങ്ങിയിട്ടില്ല, കാരണം നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒക്ടോബർ 1st വീക്കിലാണ്. കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ക്ലൈമറ്റ് ആവും. അപ്പോൾ അതിന് മുന്നായിട്ട് വന്നതാണ് ഇപ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് നോക്കുകയാണെങ്കിൽ ഞാനിതിനതിന് മുന്നായിട്ട് ഇതിൻ്റെ ഇവിടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഈ ടോപ്പ് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പണി അതിൻ്റെ മേലെ കാണാം. ഇവിടെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്തൂപ കാണാം ഇപ്പുറത്തെ സൈഡിൽ. പിന്നെ ഇനി പതുക്കെ മുന്നോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ അപ്പുറത്തെ സൈഡിലുണ്ട്. ഇനി ഞാൻ ഈ ഒരു സൈഡിൽ കാണിച്ചു തരാം. ഇങ്ങോട്ട് മുന്നോട്ട് പതുക്കെ നടക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇവിടേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ കയറി വന്ന ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുക. നമുക്കപ്പോൾ കാണാം ക്ലിയറായിട്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഫുള്ള് ആപ്പിളിൻ്റെ വലിയ തോട്ടമാണ്. ആപ്പിളിൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു അത്യാവശ്യം ഏക്കർ കണക്കിന് തന്നെ സ്ഥലമുണ്ട്. ആപ്പിളിൻ്റെ ഒരു ഓർക്കിഡ് എന്ന് പറയാം. നല്ല അടിപൊളിയായിട്ട് ആപ്പിൾ മരങ്ങൾ, അതും നല്ലോണം ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തുമേയും തന്നെ. നോക്കിയാൽ നമുക്ക് കാണാം. ഞാൻ എത്രത്തോളം വീഡിയോയിൽ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കുറച്ചൊക്കെ സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം. എന്തായാലും ഒരുപാട് ആപ്പിൾസ് ഉള്ള നല്ല ഒരു ഏരിയ ആണ് ഇവിടെ. ഇത് കണ്ടു നിൽക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇതന്നെ നോക്കി നിൽക്കും. ഞാനെന്തായാലും ഇത്രയും ഒരു ഫ്രൂട്ട്സും ഉണ്ടായി കണ്ടിട്ടില്ല. ശ്രീജിത്ത് പറയുണ്ടായി മുന്തിരിയൊക്കെ അവൻ കൊലയായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായി കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന്. ഞാനങ്ങനെ മുന്തിരിയും കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടേക്കണത് ചാമ്പയ്ക്ക, പക്ഷെ അതുപോലെ ഇത്രയൊന്നും കണ്ടിട്ടില്ല. ഇത് വളരെയധികം ആപ്പിളിൻ്റെ ഒരു നല്ലോണം ആപ്പിൾസ് ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്തായാലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസും നല്ലൊരു ഇതാണ്, കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ. മൊണാസ്ട്രി, ഇഷ്ടംപോലെ ആപ്പിളിൻ്റെ തോട്ടം, ഇങ്ങനെ നല്ലൊരു വ്യൂ ആണിത് ചുറ്റും. ഇത് കാണാനായിട്ട് എന്തായാലും വരുന്നത് എന്തായാലും വർത്താണ്. ഇതാണ് നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗം കേട്ടോ. അങ്ങോട്ടാണ് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെയാണ് എൻട്രൻസ് വന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ എനിക്കിതിനകത്ത് കാണിക്കാനായിട്ട്. അപ്പോൾ താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.